സക്സസ്. അങ്ങനെ എൻ്റെ 100ാമത്തെ ഓപ്പറേഷൻ ഇവിടെ സക്സസ് ആയിരിക്കുകയാണ്. പ്രമീലെ, നിനക്കറിയാമോ, വർഷങ്ങളായിട്ട് കണ്ണിന് കാഴ്ചയില്ലാതെ നരകയാതന അനുഭവിക്കുന്ന ഈ ചെറുപ്പക്കാരൻ്റെ കണ്ണുകൾക്ക് ഞാൻ ഇന്ന് പ്രകാശം പകർന്നിരിക്കുകയാണ്. പ്രദീപേ, അല്ല പ്രമീലെ, ഇന്നത്തെ ഈ പ്രഭാതം പൊട്ടിവിരിഞ്ഞിരിക്കുന്നത് ഈ ചെറുപ്പക്കാരന് വേണ്ടിയാണ്. നമ്മൾ ഇന്ന് ഇവൻ്റെ കണ്ണിലെ കെട്ടഴിച്ചു കഴിഞ്ഞാൽ ഇവന് ഭൂമിയുടെ സൗന്ദര്യം ആദ്യമായിട്ട് ആസ്വദിക്കാൻ കഴിയും. അപ്പം മോനെ പ്രകൃതി, നിനക്ക് പ്രദീപിനെ കാണണ്ടേ? അല്ല പ്രദീപേ, നിനക്ക് പ്രകൃതിയെ കാണണ്ടേ? വേണം. കിളികളുടെ കളകളാരവും അന്ന് ഞാൻ ചെയ്ത തെറ്റിപ്പോയി. നീ നിനക്ക് കുയില്, ഞാൻ കുയിലിന്റെ ഒച്ച എടുത്തതല്ല. കുയിലിന്റെ ഒച്ച എടുത്താണ്. അപ്പൊ മക്കളെ, ഞങ്ങൾ നിന്റെ കണ്ണിന്റെ കെട്ടഴിക്കാൻ പോവാണ്. കണ്ണിന്റെ കെട്ടഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നിനക്ക് കാഴ്ച കിട്ടും. ഡോക്ടർ, ഈ ഉപകാരം എന്റെ ജീവനുള്ള കാലത്തോളം ഞാൻ മറക്കില്ല ഡോക്ടർ. കയ്യെടുത്തരാൻ മേനെ കേട്ടവൻ. ഓ, അവന് കണ്ണിന് കാഴ്ചയില്ല, എന്നാലും കിട്ടിയ അവസരവും മുതലാക്കി. അപ്പൊ മോനെ പ്രദീപേ, ഞങ്ങൾ നിന്റെ കണ്ണിന്റെ കെട്ടഴിക്കാൻ പോവാണ്. കെട്ടഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് കാഴ്ച ലഭിക്കും. പിന്നെ നീ വീട്ടിലേക്ക് തനിയെ മെല്ലെ മെല്ലെ ഭൂമിയിലെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങോട്ട് നടന്നു പോവുക കേട്ടോ. അപ്പം ഞങ്ങൾ കണ്ണിൻ്റെ കെട്ടഴിക്കാൻ പോവാണ്. 1 2 3 4 5. അപ്പൊ മോനെ പ്രദീപേ, അപ്പൊ ഇനി എണീറ്റ് പതിയെ വീട്ടിലേക്ക് അങ്ങോട്ട് പോക്കോളൂ. എന്റെ പൊന്നു ഡോക്ടറെ, ഈ പാതിരാത്രി കൂരിട്ടത് എന്റെ അടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോവാനാ? നേരം വെളുക്കട്ടെ. എന്റെ പൊന്നു സിസ്റ്ററെ, ഇതിന് എവിടെയെങ്കിലും ഉണ്ടെന്ന് കള ചെല്ലിയല്ലേ, കൊണ്ടേക്കോ ഓടിക്കോ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്താലും അത് പൊളിഞ്ഞ് പാളീസായി പോകും. അയ്യോ, എല്ലാരും ഓടിവായോ. എല്ലാ ഡോക്ടർമാരും സിസ്റ്റർമാരും പെട്ടെന്ന് വരും, എന്നെ ഒന്ന് പരിശോധിക്കും. അയ്യോ, എന്താ കാര്യം? ഇടിച്ചതാണോ? ഇടിച്ച് ചതച്ചതാ. അതാണ്, കല്യാണം കഴിക്കുമ്പോ നല്ല പെൺപിള്ളേരെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അവർ ഇടിച്ച് ചതക്കും. എന്റെ ഡോക്ടറെ ഭാര്യ ഇടിച്ചതല്ല, പിന്നെ വഴി കൂടെ പോയപ്പോ വണ്ടി ഇടിച്ചതാ. വണ്ടി ഇടിച്ചോ? ആട്ടെ, എന്താ സംഭവിച്ചെന്താ? സംഭവിച്ചത് അടിച്ചതാ. അത് ശരി, ആദ്യം പറഞ്ഞു ഇടിച്ചതാന്ന് പറഞ്ഞു, ഇപ്പൊ പറയണ അടിച്ചതാന്ന്. അടിക്കുവോ? അടിക്കുവാന്നാ? നല്ല ശൈലി, അതൊക്കെ നമുക്ക് വൈകുന്നേരം അടിക്കാം. ഇപ്പൊ എന്നെ പരിശോധിക്കുന്ന അതല്ല പറഞ്ഞത്, ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചു. കള്ളു കുടിച്ച് നമ്മൾ റോഡേ കൂടെ പോയപ്പോഴല്ലേ എതിരെ വന്നൊരു കാറുകാരൻ ഇടിച്ചത്. അത് ശരി, ആ വൃത്തികെട്ടവൻ എന്നെക്കാ വെള്ളമായിരുന്നു. രണ്ടുപേരും വെള്ളമായിരുന്നു. രണ്ട് കൈ കൂട്ടിയടിക്കാത്ത ശബ്ദം കേൾക്കുക. ഒരു കാര്യം ചെയ്യാം, സിസ്റ്റർ പരിശോധിക്കൂ. സാമ്പത്തിക സെറ്റപ്പ് ഒക്കെ നോക്കിട്ട് ചീട്ടടിക്കൂ. എങ്ങനെ? എന്റെ സിസ്റ്ററെ, എന്റെ BPL അല്ല APL അല്ല, പിന്നെ എന്റെ നട്ടലിനാ കുഴപ്പം. എന്നെ ചികിത്സിക്കോ. എന്റെ പൊന്നു സിസ്റ്ററെ, ഇയാള് ഭയങ്കര വെള്ളമാണ്. ചെല്ലു പോകോ. എന്റെ ഡോക്ടറെ, ചായ. എന്റെ തല വെട്ടിപ്പൊളന്നിരിക്കണ കണ്ടില്ലേ? എന്നെ ചികിത്സിക്ക്. എടോ, ഇതൊന്നും കണ്ട ഞാൻ ചികിത്സിക്കില്ല. ഞാൻ ചികിത്സിക്കണമെങ്കിൽ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഒന്നല്ലേ 2 കണ്ണും പുറത്തോട്ട് ഇങ്ങനെ പ്ലൊക്കു എന്ന് പറഞ്ഞ് ചാടി വീഴും. അതല്ലേ കുടലൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വന്നില്ലേ, വഴ അത് പറഞ്ഞിങ്ങനെ കിടന്ന് കാണിക്കും. അതും അല്ലെങ്കിൽ ഈ കരല് പുറത്തോട്ട് വന്നില്ലേ, ബ്ലുംബും പ്ലൊക്കളും കാണുമ്പോ തന്നെ ഒരു രസമുണ്ട്. അല്ലാതെ ഇതെന്ന് പറഞ്ഞ സംഭവം ഹെഡ് ഇഞ്ചറി ആണ്, ഇച്ചിരി പ്രശ്നമാണ്. തന്റെ അവസാനമായിട്ട് തനിക്ക് വല്ല ആഗ്രഹം ഉണ്ടാ? അവസാന ആഗ്രഹം? എനിക്ക് അവസാനമായിട്ട് ഒരു ആഗ്രഹമുണ്ട്. എന്താഗ്രഹമാണ്? ഡോക്ടർ ഇവിടുന്ന് പോയിട്ട് ചികിത്സിക്കാൻ അറിയാവുന്ന നല്ല ഡോക്ടറെ വിളിച്ചോണ്ട് വാ. കുഴപ്പമൊന്നുമില്ല സിസ്റ്റർ. സമാധാനായി, ഒരു കുഴപ്പമില്ല. അല്ല സാർ, ഇത് എന്ത് സംഭവിച്ചതാ? വണ്ടി ഇടിച്ചതാ. എന്നോടല്ല, ഇവിടെ ചോദിച്ചത്. അത് തന്നെ പറഞ്ഞത്. ഈ കള്ളുകൂടിയല്ല എന്റെ വണ്ടിയായിട്ട് കൊണ്ട് വണ്ടി ഇടിപ്പിച്ചത്. അല്ല, ഞാൻ ഡോക്ടറോട് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ഇത്രയും പരിക്കുമായിട്ട് ഞാൻ ഇത്രയും നേരം ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാ. ഇയാളിവിടെ ചെറിയ പരിക്കുമായിട്ട് പോയിട്ട് നിങ്ങൾ എന്തൊക്കെയാ കാണിക്കണത്? എക്സ്റേ എടുക്കണ്, ഗ്ലൂക്കോസ് കൊടുക്കണ്, ഇഞ്ചക്ഷൻ എടുക്കണ്. ഞാൻ എന്താ ഒരു രോഗിയല്ലേ? എനിക്കും വേണ്ട ചികിത്സ. എന്നെ ഇങ്ങനെ വിവേചനം കാണിച്ച് ഞാൻ നിങ്ങളുടെ MD-യോട് കംപ്ലൈന്റ് ചെയ്യും. എന്തോ? നിങ്ങളുടെ MD-യോട് ഞാൻ കംപ്ലൈന്റ് ചെയ്യും, നോക്കിക്കോ. എടോ, താൻ കംപ്ലൈന്റ് ചെയ്യാൻ പോണ MD ഇല്ലേ, ആ MD ആണ് ഈ കിടക്കുന്നത്.